ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് 2014-17 കാലഘട്ടങ്ങളിൽ ജോലിയുടെ ഭാഗമായി ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിലാണ് ജീവിച്ചത്. 3-3.5 വർഷക്കാലം ദ്വീപിലുണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിലായിരുന്നു അന്ന് ജോലി. കോളേജിനടുത്ത് തന്നെയാണ് വീട്. കടമത്ത് ദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ഇൻഹബിറ്റഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വളരെ കുറഞ്ഞ ദ്വീപുകളിൽ ഒന്നാണ്. ഏതാണ്ട് ഒരു 10-11 കിലോമീറ്ററോളം നീളവും കൂടിപ്പോയാൽ ഒരു 1 കിലോമീറ്ററൊക്കെ വീതിയൊക്കെ വരുന്ന ഒരു ചെറിയ ദ്വീപാണത്. കുറേ ആളുകൾ താമസിക്കുന്ന ദ്വീപാണ്. എല്ലാ ദിവസവും കോളേജിലേക്കുള്ള വഴി റോഡ് വഴി നടന്ന് ഒരു സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ടാണ് പോവുക. ചില ദിവസങ്ങളിൽ സൈക്കിൾ എടുക്കില്ല, നടന്നു പോവും. വളരെ നേരത്തെ ഒരു 7-8 മണിയൊക്കെ ആവുമ്പോഴേക്ക് തന്നെ കോളേജിലേക്ക് പോവാറാണ് പതിവ്. ഇങ്ങനെ പോകുന്ന ദിവസങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച റോഡുകളിൽ ചതഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേകതരം എലികളെയാണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിലധികം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അതേ നിറത്തിലുള്ള അത്ര ചെറിയ എലികളെ. മണ്ണിന്റെ കളറുള്ള ഒരു ചാരനിറം സ്വഭാവമുള്ള, അവിടെ അധികമായിട്ടുള്ള തെങ്ങുകളിൽ കയറി ഒരുപക്ഷെ തേങ്ങയോ മറ്റോ കഴിക്കാനൊക്കെ വരുന്ന ഒരു പ്രത്യേകതരം കുഞ്ഞെലികൾ. അതിൻ്റെ നിറമെന്ന് പറയുന്നത് ചാരയും വെളുപ്പൊക്കെ കലർന്നിട്ടുള്ളതാണ്. പലപ്പോഴും റോഡുകളിൽ രാവിലെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതാണ്ടൊരു കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു എലി ഇങ്ങനെ വണ്ടിക്കടിപ്പെട്ടിട്ട് ചത്ത് കിടക്കുന്നത് കാണാം. ഇതൊരു സാധാരണ കാഴ്ചയാണ് പലപ്പോഴും. അങ്ങനെ ഒരു കാഴ്ചയിൽ നിന്നാണ് ഒരിടത്ത് ഒരു പ്ലാവിൽ ഒരു മാങ്ങയുണ്ടായി എന്ന് പറയുന്ന സമാഹാരത്തിൽ ചേർത്തിട്ടുള്ള കുടുംബ ഫോട്ടോ എന്ന് പറയുന്ന കവിത ഉണ്ടാവുന്നത്. കുടുംബ ഫോട്ടോ തവളകളെ കുറിച്ചുള്ള കവിതയാണ്. ജീവിതത്തിൽ അത് സത്യത്തിൽ എലികളായിരുന്നു. ഒരു എലി ഒരു പക്ഷേ പതിവ് പോലെ നടന്നു വരുന്ന സമയത്ത് റോഡിൽ ചതഞ്ഞു കിടക്കുന്ന അതിൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അതിന് തോന്നാനിടയുള്ള ചില കാര്യങ്ങളുടെ ആലോചനയാണ് സത്യത്തിൽ കുടുംബ ഫോട്ടോ എന്ന് പറയുന്ന തവളകൾ കഥാപാത്രമായി വരുന്ന ഒരു കവിത പിറക്കാൻ കാരണമായിട്ടുള്ളത്. ഞാൻ ആ കവിത വായിക്കാം. ആ കവിത വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി അതിൻ്റെ സാഹചര്യം മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. കവിതയുടെ പേര് കുടുംബ ഫോട്ടോ എന്നാണ്. രാത്രി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ച ഒരു തവള ഒരത്ഭുതം കണ്ട് പിന്തിരിഞ്ഞ് വീട്ടിൽ ചെന്ന് കെട്ടിയോളെയും മക്കളെയും വിളിച്ച് അതേ റോഡിലേക്ക് വന്നു. വണ്ടി കയറി ചതഞ്ഞ് ഉണങ്ങിക്കിടന്നിരുന്ന വലിയ ഒരു തവളയുടെ അടുത്ത് വന്നു നിന്ന് ആ തവള പറഞ്ഞു, കണ്ടില്ലേ, ഇതാണെന്റെ അപ്പൻ. റോഡിന്റെ സ്നേഹം കണ്ടില്ലേ, അപ്പൻ എന്നും പണിക്ക് പോകുന്ന വഴിയാണ്. ഏതോ ദിവസം അപ്പൻ തിരക്കിട്ട് മുറിച്ചു കടക്കുന്നതിനിടയിൽ റോഡ് എടുത്തു വെച്ച ഫോട്ടോയാവും. അപ്പൻ മരിച്ചെന്നറിഞ്ഞപ്പം എടുത്ത് തൂക്കിയതാവും. കണ്ടില്ലേ റോഡിന്റെ സ്നേഹം. നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞ് അടുത്ത ഒരു വാഹനം പോയപ്പോൾ റോഡ് അവരുടെ കുടുംബ ഫോട്ടോ എടുത്ത് ഉണക്കാൻ വെച്ചു.